അളവിലും എന്ത് ഫ്രീക്വൻസിനും വേണം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങാൻ. 6 തൊട്ട് 8 മാസം വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ 2 3 തവണ നമുക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. അതേസമയം 8 തൊട്ട് 9 തൊട്ട് 11 മാസം വരെയും 11 തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ദിവസം 3 4 പ്രാവശ്യം ഭക്ഷണം കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ 1 2 പ്രാവശ്യം സ്നാക്സ് കൊടുക്കുകയും വേണം. ഈ സ്നാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേക്കറി ഐറ്റംസ് അല്ല, അതിന് പകരം മുട്ട, പഴം പുഴുങ്ങിയത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം പ്യൂരി ഫോമിൽ വേണം കൊടുക്കാൻ. അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ സ്പൂണിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അത് താഴെ ഉറ്റു പോകാത്ത രീതിയിൽ അത്രയും തിക്കായിട്ട് വേണം കുറുക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതേസമയം ഒരു 8 മാസം പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കൈകൊണ്ട് സ്മാഷ് ചെയ്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങണം. 9 മാസം ആകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ലംസ് ഫുഡിൽ ലംബി ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ദോശ പൊടിച്ച് ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക, മുട്ട കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക. പല മാതാപിതാക്കളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ 10 മാസമായാലും 11 മാസമായാലും 1 വയസ്സായാലും കുട്ടിക്ക് കഴിക്കാൻ എളുപ്പമാകട്ടെ എന്ന് വിചാരിച്ച് മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നതാണ്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. 1 വയസ്സാകുമ്പോഴേക്കും കുട്ടി വീട്ടിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ പാകമാകണം. അതാണ് അതിൻ്റെ കണക്ക്.